ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ സാംസങ്ങിന്റെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിന്റെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. പിന്നെ പല ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും വിലയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഏത് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലാണ് ഈ ഫോൺ നമ്മൾ കണ്ടത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അവിടുന്ന് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 6300, 6600 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് സാംസങ് M05 അതുപോലെ തന്നെ F05 എന്നീ ഫോണുകൾ വരുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. HD റെസൊല്യൂഷനെ വരുന്നുള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. MediaTekന്റെ Helio G85 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50+ 2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. M05 എന്ന സ്മാർട്ട് ഫോൺ 6300 രൂപ പ്രൈസ് റേഞ്ചിലും F05 എന്ന സ്മാർട്ട് ഫോൺ 6600 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 8500 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് M14 4G എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് എക്സ്ട്രാ വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ 50+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. 8500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ഒരു 5G ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 11000 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ സാംസങ്ങിന്റെ 5G ഫോണുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം 11000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് M15 5G എന്ന ഫോണും അതുപോലെ തന്നെ 12000 രൂപ പ്രൈസ് റേഞ്ചിൽ F15 5G എന്ന ഫോണും വരുന്നുണ്ട്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ ഒരു ഫോണുകളിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒന്നാമത്തെ ഒരു കാര്യം AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. MediaTek Dimensity 6100+ എന്ന പ്രോസസ്സറാണ് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം 5G സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. ബെറ്റർ ആയിട്ടുള്ള 6000 mAh ബാറ്ററി വരുന്നുണ്ട്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. അപ്പം M15 5G എന്ന ഫോൺ 11000 രൂപ പ്രൈസ് റേഞ്ചിലും F15 5G എന്ന സ്മാർട്ട് ഫോൺ 12000 രൂപ പ്രൈസ് റേഞ്ചിലും ഇപ്പോഴത്തെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഏതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 15000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് M35 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് AMOLED ഡിസ്പ്ലേന് ലഭിക്കുന്നുണ്ട്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ലഭിക്കുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. എക്സിനോസിന്റെ 1380 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+ 8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ 6000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് തന്നെയാണ് ഇതിൽ വരുന്നത്. 15000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 21000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് F55 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. സെയിം ബാക്ക് ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററി വരുന്നുള്ളൂ. പക്ഷേ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. F55 എന്നുള്ള സ്മാർട്ട് ഫോൺ 21000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 30000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് S23 FE എന്നുള്ള സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതിലോട്ട് വരുമ്പോൾ 6.45 ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സിനോസിന്റെ 2200 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+ 8+ 12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെയാണ് വരുന്നത്. 4500 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 10 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 30000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 45000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് S23 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.1 ഇഞ്ചിന്റെ സ്ക്രീൻ സൈസ് ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ 50+ 10+ 12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 3900 mAh ബാറ്ററി വരുന്നുള്ളൂ. അത് ശ്രദ്ധിക്കണം. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 45000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 54000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് S24 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ കുറച്ചും കൂടി വലിയ 6.2 ഇഞ്ചിന്റെ സ്ക്രീൻ സൈസ് ആണ് വരുന്നത്. പിന്നെ എക്സിനോസിന്റെ 2400 എന്ന പ്രോസസ്സറാണ് വരുന്നത്. സെയിം ക്യാമറ സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബാറ്ററിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 4500 mAh ബാറ്ററി വരുന്നുണ്ട്. 54000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്.
പിന്നെ 61,000 പ്രൈസ് റേഞ്ചിൽ S24 പ്ലസ് വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ സാംസങ് S24 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 6.8 ഇഞ്ചിന്റെ ക്വാഡ് HD പ്ലസ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. 4900 mAh ബാറ്ററി വരുന്നുണ്ട്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. ബാക്കി സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. അപ്പം 61,000 പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 72,000 പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ S23 അൾട്ര നോക്കാവുന്ന കുറച്ച് പഴയ ഫോണാണ്. എന്നാലും ക്വാഡ് HD റെസൊല്യൂഷനൊക്കെ ഇതിൽ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറൊക്കെ കൊടുത്തിട്ടുണ്ട്. 200+10+10+12 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 72,000 പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് സീരീസിൽ വരുന്ന S25 സീരീസ് തന്നെ 81,000 പ്രൈസ് റേഞ്ച് മുതൽ കിട്ടുന്നുണ്ട്. അത് നോക്കാവുന്നതാണ്. ഇപ്പം അതിൽ S25 എന്നുള്ള സ്മാർട്ട് ഫോൺ 81,000 പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. 6.2 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 888 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊക്കെ കൊടുത്തിട്ടുണ്ട്. 50+10+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയൊക്കെയാണ് വരുന്നത്. 4000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 81,000 പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 1,00,000 പ്രൈസ് റേഞ്ചിൽ S25 പ്ലസ് എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഏകദേശം സിമിലർ ഫീച്ചേഴ്സ് ആണ്. പക്ഷേ കുറച്ചും കൂടി വലിയ 6.7 ഇഞ്ചിന്റെ ക്വാഡ് HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള 4900 mAh ബാറ്ററിയും വരുന്നുണ്ട്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും എക്സ്ട്രാ വരുന്നുണ്ട്. 1,00,000 പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ സാംസങ് S25 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോണിന് വരുന്നുണ്ട്. ഇതിൽ 6.9 ഇഞ്ചിന്റെ ക്വാഡ് HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 888 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ വരുന്നുണ്ട്. 200+10+50+50 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 1,30,000 പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഫോൾഡബിൾ ഫോണൊക്കെ ആയിരിക്കും വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് ഫോൾഡബിൾ ഫോൺസ് ഉണ്ട്. ഫ്ലിപ്പ് ഫോണും അതുപോലെ തന്നെ വലിയ ഫോൾഡ് ഫോണും. അപ്പം ചെറിയ ഫ്ലിപ്പ് ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 62,000 പ്രൈസ് റേഞ്ചിൽ സാംസങ് Z Flip 5 എന്ന ഫോൾഡബിൾ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫിലായിട്ട് 3.4 ഇഞ്ചിന്റെ ഒരു AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 12+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയൊക്കെയാണ് വരുന്നത്. പിന്നെ 3200 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 62,000 പ്രൈസ് റേഞ്ചിലായിട്ട് ഈ സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 89,000 പ്രൈസ് റേഞ്ചിൽ സാംസങ് Z Flip 6 എന്ന ഫോൾഡബിൾ ഫോണും വരുന്നുണ്ട്. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+12 മെഗാ പിക്സലിലെ ബാക്ക് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടുമാണ് ഇതിൽ വരുന്നത്. 89,000 പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ വലിയ ഫോൾഡബിൾ ഫോൺസ് വേണം എന്നുണ്ടെങ്കിൽ 95,000 പ്രൈസ് റേഞ്ചിൽ സാംസങ് Z Fold 4 എന്ന ഫോൾഡബിൾ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ ഉള്ളിൽ 7.6 ഇഞ്ചിന്റെ ക്വാഡ് HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എടുത്തു പറയേണ്ട കാര്യം ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫിലായിട്ട് 6.2 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+10+12 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. പിന്നെ 4 മെഗാ പിക്സൽ ഒരു സെൽഫി ക്യാമറയും 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് ഓരോരോ ഡിസ്പ്ലേയിലായിട്ട്. പിന്നെ 4400 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 95,000 പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ 1,10,000 പ്രൈസ് റേഞ്ചിൽ സാംസങ് Z Fold 5 എന്ന ഫോൾഡബിൾ ഫോണും വരുന്നുണ്ട്. ഏകദേശം സിമിലർ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. കാര്യമായിട്ട് പ്രോസസ്സറിന്റെ കാര്യത്തിൽ മാറ്റം വരുന്നുള്ളൂ. ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. അപ്പം 1,10,000 പ്രൈസ് റേഞ്ചിൽ ആ ഫോൺ നോക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ 1,42,000 പ്രൈസ് റേഞ്ചിൽ ഇപ്പം സാംസങ് Z Fold 6 എന്ന ഫോൾഡബിൾ ഫോൺ വരുന്നുണ്ട്. അപ്പം പുറത്തുള്ള ഡിസ്പ്ലേ സൈസ് കുറച്ചൊന്ന് കൂടുന്നുണ്ട് എന്നേ ഉള്ളൂ. 6.3 ഇഞ്ചിന് സ്ക്രീൻ സൈസ് ആവുന്നുണ്ട്. ബാക്കി സിമിലർ ഫീച്ചേഴ്സ് ആണ്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. ബാക്കി സെയിം ഫീച്ചേഴ്സ് ആണ്. അപ്പം 1,42,000 പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് സാംസങ്ങിന്റെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.